ഹേ ഗൈസ്, ഇന്ന് ചീനിവലയിൽ നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ സ്വന്തം വീട്ടിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. കാരണം ഇന്ന് ബെന്നിച്ചേട്ടൻ്റെ മൂത്ത മോൻ്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയാണ്. പക്ഷെ ഓ അച്ഛാനെ, അങ്ങനെ അവസാനം ആ സുദിനം എത്തിയിരിക്കുന്നു. എന്തിനാണ് ഇത്ര ടെൻഷനൊക്കെ? ടെൻഷനും നാണമൊക്കെ വരുന്നു. ചേട്ടാ ഹലോ, നമസ്കാരം, സുഖമാണോ? അതെ, നമ്മളിന്ന് നിശ്ചയമൊക്കെ അടിപൊളിയാക്കാനായിട്ടുള്ള പ്ലാനിലാണ് ഗൈസ്. അവന്റെ മണവാട്ടി ആവാൻ പോകുന്ന കൊച്ചു ഇവിടെ ഉണ്ട്. എടാ, അയ്യോ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. ഹലോ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നമ്മുടെ കുടുംബത്തിലുള്ള അംഗം, പുതിയ അംഗം. പേരെന്തായിരുന്നു? പേര് ആൻ. അവ അതൊക്കെ മറന്നു വെക്കാണ് കേട്ടാ. ടെൻഷനൊന്നും വേണ്ട, രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ലതായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, നമ്മൾ അങ്ങെത്തിക്കോളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേസ്. ടെൻഷൻ ഉണ്ടോ എന്നൊരു സംശയം പയ്യന് കാണുമല്ലോ കേട്ടാ. എന്താടാ, ലേശം കൂടുതലാണ്. അതെ, നോക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം ക്യാമറയൊക്കെ കൂടെ ഫ്രണ്ട് വന്നപ്പോഴേടാ അപ്പൊ അങ്ങ് അങ്കൂഷി ആയിപ്പോയി. ഒരു ഇതുണ്ട്, നമുക്ക് പടിപൊളിയാക്കാൻ പോയിട്ട്. ഓക്കെ, അവരിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അരൂർ പള്ളിയിൽ വെച്ചിട്ടാണ് എന്തോ പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞ് ഹാളിലോട്ട് പോകും. അപ്പോൾ ഇന്ന് നോക്കൂ ഗൈസ്, ഞാനും വർഷയും മാച്ചിങ് ഔട്ട്ഫിറ്റ് ആണ്. പോയല്ല. അപ്പോൾ നമുക്കിനി അരൂർ പള്ളിയിലേക്ക് ആദ്യം പോവാം ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഹാളിലോട്ട് പോവാം. ക്രിസ്ത്യൻ എൻഗേജ്മെന്റ് ഒന്നും ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് കാണാം. യാ മോനെ ഗൈസ്, ഇതാണ് അപ്പൊ അരൂര് പള്ളിയുടെ, ഇതാണ് നിന്റെ ഡിസ്നി ലാൻഡ്. ഓ ഗൈസ്, എന്നും രാത്രി നമ്മള് അരൂരോട്ട് വരണ സമയത്ത് ഇതിന്റെ മറ്റേ ലൈറ്റിങ് ഭയങ്കര രസമാണ്. രാത്രി ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അയ്യോ അതെന്താ അതെന്ന് ഇവള് ചോദിക്കും. ഡിസ്നി ലാൻഡ് പോലെ ഇരിക്കണം എന്ന് ഒരു ദിവസം പറഞ്ഞു. അപ്പൊ ആ ഡിസ്നി ലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇനി പതുക്കെ നൈസായിട്ട് പള്ളിയിലോട്ട് കയറട്ടെ ഗൈസ്. ഇവിടെ 3 കാറ് കിടക്കുന്നു പൂമാല വെച്ചിട്ട്. അതെന്തിനാണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഈ റോസ് അല്ലേ, പിങ്ക് കളർ അല്ലേ, പനിനീർ റോസ് ആണെന്ന് തോന്നുന്നു. ഹായ്, നല്ല രസമുണ്ടല്ലേ പള്ളിയാണ്. അതോട്ടെ കയറട്ടെ. ചെരുപ്പുകളുടെ കമനീയ ശേഖരണത്തിൽ ഞങ്ങളുടെ ചെരുപ്പ്. ചെയിൻ മില്ലൊക്കെ ഉണ്ടല്ലോ. ഓ, ഇത് എന്റെ പുള്ളി, എന്തൊരു ഫാനടാ ഇത്. ഫാൻ തന്നെ ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പള്ളിയുടെ അകം കാണാൻ. ഓ, അവിടെയൊക്കെ വെച്ചിങ്ങനെ വർക്ക് നോക്കിയടാ. ഗൈസ്, എനിക്ക് സീക്രട്ട് മനസ്സിലായി. ഇവര് 4 പേരുടെയും പരിപാടി ഇന്നാണ്. അതായത് വേറെ ഉണ്ടല്ലേടാ. ഓ, 2 കപ്പിളുണ്ടടി. 3 കപ്പിളുണ്ട്. 3 കാറുണ്ട് പൂ വെച്ചത്. 2 കപ്പിളുണ്ട്. കാറ് ഓ, അതാണ് ഫ്രണ്ടി കാറ് കൂടുതൽ കിടന്നത് അല്ലേ. അപ്പുറത്തല്ലേ അവർ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്യുന്നത്. ഇവർ ഇങ്ങോട്ടാണല്ലോ ഫോട്ടോ എടുക്കണത്. കപ്പിൾസ് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞോ? എന്താടാ, എന്തിനടാ, ആണോ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ വർക്ക് ചെയ്തത്? എൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞു ചേച്ചി. അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും കാർത്തികിനെ കണ്ടിട്ട് കാർത്തികിനെ കണ്ട ഭയങ്കര നല്ല പരിചയം തോന്നി. പക്ഷെ കാർത്തിക് എന്നെ മൈൻഡ് ചെയ്തില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഞാൻ അറിഞ്ഞില്ല ചേച്ചി സബ്സ്ക്രൈബർ ആണെന്ന്. നമസ്കാരം ചേച്ചി. ആണോ? അയ്യോ, ഒരുപാട് സന്തോഷം. ഓക്കെ, അത് ഞങ്ങൾ ഏറ്റ്. സനിബ്രോ എന്ന് വിളിച്ചോ, കുഴപ്പമില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ പേര്. നന്ദുവിനെ അന്വേഷിച്ചായിട്ട് പറഞ്ഞു. കണ്ട, നമ്മുടെ ഫുൾ കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറഞ്ഞേക്കാം. പറയാം ചേച്ചി. ഇതിന്റെ പേരെന്തായിരുന്നു? രജിത. ഇത് ഹസ്ബൻഡ് ആണല്ലേ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. നൈസ് ടു മീറ്റ് രണ്ടുപേരും. ശരി ചേച്ചി. ശരണ്യയുടെ അമ്മുവിന്റെ ആണോ? ചേച്ചിയാണല്ലേ? അടിപൊളി. അമ്മുവിന്റെ ബെസ്റ്റി. ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. സന്തോഷം. ശരി, സന്തോഷം ചേച്ചി. ആണോ? മുടിയില്ല സ്ലൈഡ് വെച്ചേക്കണ നോക്കിയടാ. കൊള്ളാം അല്ലേ?
നമ്മൾ എന്തോരം ഫോട്ടോ എടുത്താണ് ഇങ്ങനെ, ഓർമ്മയുണ്ടോ? ട്രോമേ. പക്ഷെ നമ്മുടെ ഫോട്ടോ എല്ലാം നല്ലതായിട്ട് വന്നായിരുന്നല്ലേ. പക്ഷെ എങ്ങോട്ട് നോക്കി സ്മൈൽ ചെയ്യുക, എൻ്റെ ബാക്ക് ഒളിച്ച് നിൽക്കാതെ ഫ്രണ്ടിലോട്ട് വാങ്ങി വരൂല. പക്ഷെ ഞാൻ പറയാതിരിക്കാൻ വയ്യ, കിടിലം പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. നിങ്ങളിത് കമൻറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഗൈസ് ഒന്ന് പറഞ്ഞു തരുമോ എറണാകുളത്തെ ഏറ്റവും ഭംഗിയുള്ള പള്ളി ഏതാണ്? എന്നാൽ അതൊന്ന് പോയി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. ഡിസ്നിയോ? ഡിസ്നി അല്ലടി. ഓ റൂഫ് നോക്കിയേ. ഹലോ നമസ്കാരം ചേച്ചി, സന്തോഷം ഒരുപാട്. സുഖമാണോ? ഇവിടെ അടുത്തല്ല, തിരുവനന്തപുരത്താണ് വീട്. ഇവിടെ ബെന്നിച്ചേട്ടൻ്റെ മോൻ്റെ എൻഗേജ്മെന്റ് വന്നായിരുന്നു. വർഷ. ശരി ചേച്ചി, സന്തോഷം. എന്ത് രസം. അതെന്താ അത്? ആ നല്ല ഭംഗിയായിച്ചത്. ഓ സൂപ്പർ ഡിസൈൻ കേട്ടാ. പള്ളിയുടെ ആർക്കിടെക്ചറേ വേറെ രീതിയിലാണ്. ആണ്ടോ നോക്കിയ റൂഫിലിരിക്കണ മറ്റേ തടി, അത് തടിയാണ് കേട്ടാ. ഓ അത് തടിയാണ്, അത് സിമെന്റ് ആണ്. സിമെന്റിൽ തടിയുടെ കളർ അടിച്ചേക്കണാണ്. അതിന് തടി ആവാനാണ് സാധ്യത കേട്ടാ, കാരണം ഭയങ്കര ഒറിജിനൽ. ആ വലിയ തൂണുകളും കേട്ടോ. അമ്പോടോ നോക്കിക്ക, വലിയ തൂണ്. എല്ലാ വാതിലും അവർ ചങ്ങല ഇട്ടിട്ടുണ്ട് കേട്ടാ. ചെയിൻ മിൽ. ഇതിനെ ചെയിൻ മില്ലെന്നല്ലേ? ആഹാ എന്താ പക്ഷികൾ കയറാണ്ട്. ഓ താങ്ക് യു കേട്ടാ പറഞ്ഞു തന്നതിന്. മാച്ചല്ലേ എടി പക്ഷി. അയ്യോടാ ഗൈസ്, ഇത് പക്ഷികൾ കയറാതിരിക്കാനാണ് ഇട്ടേക്കണേന്നാ ചേട്ടൻ പറഞ്ഞതാണ്. പ്രാവ് കയറും അല്ലേ ചേട്ടാ? ചേട്ടാ മേളിൽ അത് തടിയാണ് ചേട്ടാ. മേളില് ഡിസൈൻ ചെയ്തേക്കണത് തടിയാണല്ലേ? ഓ തടിയാന്ന് അല്ല, ഞാൻ മെലിഞ്ഞ്. ഹലോ താങ്ക് യു മക്കളെ. ഹലോ സുന്ദരി. നാണൊക്കെ വന്ന് അമ്പലത്തിലൊക്കെ പോയോ രാവിലെ? അയ്യോ അവക്ക് ഇല്ലേ? കള്ളക്കുറി അടിച്ചാണോ അപ്പൊ നീ? എന്തിനാടാ ടെൻഷൻ? നീ എത്ര പഠിക്കുക? ഒന്നില്. ആ 9. നൈസ് ടു മീറ്റ്. ഹായ് പറ മക്കള്. ഹായ്. രണ്ട് സൈഡിലാണ് അവര് ഈ ഇരിക്കാനായിട്ടുള്ള ഡെസ്ക് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും. എന്നിട്ട് ഞാൻ ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കേസ്, ഇങ്ങനെ പള്ളിക്കകത്ത് ഇങ്ങനത്തെ ഭയങ്കര രസം കേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചുമ്മാ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു പീസ്ഫുൾ ആംബിയൻസ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മനസ്സൊക്കെ ഭയങ്കര ശാന്തമാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ആംബിയൻസ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി ഹാളിലാണ് എനിക്ക് തോന്നുന്നു ഫുഡും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്കിനി ഹാളിലോട്ട് പോയി വെയിലേ. ഓഫ് ടു ഹാൾ. ഇതാണ് ഗൈസ് നമ്മുടെ ഹാള്, ട്രിനിറ്റി ഹാൾ. കയറി വന്ന ഉടനെ തന്നെ സമോസയും ഫ്രഞ്ച് ഫ്രൈസും ആണല്ലോ ഗൈസ്. ഹലോ, നിങ്ങളാണോ ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുന്നത്? ഇവിടെ ജ്യൂസും ഉണ്ട്. ഹലോ, ഇതെന്താണ് ഇത്? പൈനാപ്പിൾ ഭയങ്കര മധുരോടാ, ഇനി കുടിക്കാൻ പറ്റില്ല. നിനക്ക് ഓക്കെ ആണോ? അത് കുറച്ചുകൂടെ പൈനാപ്പിൾ നല്ല ടേസ്റ്റ്. അയ്യോ, നമ്മൾ ഫുഡ് റിവ്യൂല് വന്നല്ലോ. ഇങ്ങനെയുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. കൊള്ളാമോ? നമ്മുടെ കല്യാണത്തിൽ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നടാ. ഒന്നും ഞങ്ങൾക്ക് സമാധാനമായിട്ട് തിന്നാൻ പറ്റില്ല. ഓ ഭയങ്കര കുത്തിയല്ലേ. ഓ മൈ ഗോഡ്, കണ്ടമാനം ആള്. ബെന്നിച്ചേട്ടാ ഞങ്ങൾക്ക് സീറ്റ് കയറ്റിയത്. ബെന്നിച്ചേട്ടാ എല്ലാ അടിയിലോട്ട് പോവല്ലേ? ആ ഓക്കെ സെറ്റ്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷന് ഒരു കേക്ക് മുറിച്ചു. കിട്ടിലൻ കേക്ക് എന്ന് പറഞ്ഞാൽ കിട്ടിലൻ കേക്ക്. ഇത്ര കിട്ടിലൻ കേക്ക്. ഇത് കിടിലൻ കേക്കാണ്. അതിനെ ഹണ്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് കേസ് ഫുൾ ഫാമിലി. ആഷ്ലിനും ആനും ബെന്നിച്ചേട്ടൻ്റെ മുഖത്ത് ടെൻഷനുണ്ടോ? ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ ബെന്നിച്ചേട്ടൻ്റെ മുഖത്ത്. ഇവിടെ എൻഗേജ്മെന്റിന് വിളക്കിൽ ദീപം തെളിയിക്കുന്ന ചടങ്ങുണ്ട് കേസ്.
അടുത്ത ചടങ്ങ് കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ആഹാ നല്ല പാട്ടാണ്. അത് കിട്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചവര്. ഞങ്ങൾ സ്വാഗതമായിട്ട് വരട്ടെ. മണവാട്ടി, ഞാനും എൻ്റെ മണവാട്ടി മണവാട്ടിയോടെ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ആയി പറയടാ. ഞാൻ പറഞ്ഞില്ലേ ഇത് അവർക്ക് തിന്നാൻ യോഗയില്ല, ഇത് നമുക്ക് തിന്നായത്. ആൾക്കാർ വിചാരിക്കും ആക്രി പിള്ളേര് വെട്ടിങ് കേക്ക് അടിച്ചു മാറ്റി തിന്നു. എന്റെ ഹൽദിക്ക് ഞാൻ പുഴുത്ത സാധനം എത്തി. മനപ്പൊരുത്തം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പൊ ആ ശരിയാണ് കേട്ടാ. ഓ ഒരു പൂ പൊക്കാനായിരിക്കും. അപ്പൊ ഫസ്റ്റ് ചോദ്യം ഒരു ക്രിഞ്ച് ചോദ്യം ചോദിച്ചു സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിൽ ആരാണ് കൂടുതൽ റൊമാന്റിക് അല്ലെങ്കിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്? ആരാണ്? അപ്പൊ അത് ന്യൂട്രൽ ആയിട്ടോ, രണ്ടുപേരും ഡിഫറെന്റ് ആൻസർ. നല്ല മനപ്പൊരുത്തം. പിന്നെ വഴക്കിടുമ്പോ ഫസ്റ്റ് കോംപ്രമൈസ് ചെയ്യുന്നത് ആരാണ്? ഫസ്റ്റ് ഒരു സോറി പറയല്ലേ കോംപ്രമൈസ് ചെയ്യുന്നത്? അയ്യോടാ, നിങ്ങൾക്ക് നല്ല മനപ്പൊരുത്താട്ടോ. എനിക്ക് മനസ്സിലാവൂടാ. ഇപ്പൊ ഒരു പബ്ലിക് പ്ലേസ് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും പോയിന്റ് ഒക്കെ ഓവർ റേറ്റഡ് ആണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളിൽ ആരാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹാൻഡ്സം അല്ലെങ്കിൽ ഗോർജിയസ്? ഒരു ഭയങ്കര സ്നേഹാട്ടോ സത്യം. പിന്നെ ഇതിൽ ആരാണ് ബെസ്റ്റ് ഡാൻസർ? ഡാൻസർ എനിക്കൊന്നും പറയാനില്ല. എന്റെ പാദം എന്തിനറിയാമോ? എന്റെ കുക്കിംഗ്, ബേസിക് കുക്കിംഗ്. ഇത് കോമ്പറ്റീഷനാണ്. നമ്മളില് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നടാ. ഇല്ല, സാന്ദ്രാസു ജയിച്ച്. നമ്മള് രണ്ടെണ്ണം ശരിയാണല്ലേ. സ്നേഹക്ക് 0 ആയതുകൊണ്ട് സ്നേഹക്ക് ടാസ്ക് കൊടുക്കണം. സ്നേഹ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും അല്ലേ സ്നേഹ? ഓ അറിയാം. സ്നേഹ ആശ്ലേഷ തപസ്സലക്കും. തപസ്സളക്കണ്ടാ. നമ്മള് സോങ് പ്ലേ ചെയ്യും. ആ സോങ് സജസ്റ്റ് ചെയ്തത് സ്നേഹയുടെ കസിൻസ് തന്നെയാണ്. നല്ല സ്നേഹമുള്ള കസിൻസ്. അപ്പൊ ആ സോങ് പ്ലേ ചെയ്യുമ്പോ സ്നേഹയ്ക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്സ് ഇടാം. ആശ്ലേഷൊന്നും മയക്കണം. 2-3 പിള്ളേരുതേ കണക്ക്. റെഡിയാണോ? കമോൺ അശ്വിനി. എടാ പെട്ടെന്നൊന്നും വളയല്ലേ, പെട്ടെന്നൊന്നും തപസ്സളവല്ലേ. ഓ തമസ് തുടങ്ങി. ഇതെല്ലാ കല്യാണ വീടുകളിലുള്ള ചടങ്ങാണ്. കുറച്ച് മാക്കറി പിള്ളേർ കാണും. ഇളവല്ലേടാ, എടാ തപസ്സളവല്ലേടാ. കട്ടിപ്പൂടി അശ്വേ, എടാ തപസ്സള വരുത്. അങ്ങനെ ഒന്നും ഇളവൂലടാ. ഇക്കിളിയൊക്കെ ഇട്ട് നോക്കണേ. ആഹാ ഇല്ല, ഇളവൂലാണ്. എന്നെ ഒന്ന് ഫോൺ വിളിക്കാത്തത് നേരത്തെ. സ്നേഹമുള്ള കസിൻ. ഗൈസ്, ആശ്ലിനും എന്തോ പണി കിട്ടി. പാപം. കുഴപ്പമില്ല. ഇത് ആശ്ലിനെ
ഇത് നമ്മൾ കല്യാണ സമയത്ത് അനുഭവിക്കേണ്ടതാണ്. ഹൽദിക്ക് പോയിട്ട് എന്നിട്ട് സ്റ്റേജിൽ കയറിയപ്പോഴാണ് സാന്ദ്ര പറയണത് ഇനി ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരമായി സ്ഥാപകം ചെയ്യാറുള്ളത് കൊണ്ട് ടീമായിട്ട് ഇങ്ങോട്ട് ഒരു നോട്ടം ഞങ്ങളത് പിടിച്ചു നിന്നു. അപ്പൊ നീ സാധാരണ കൂടിയില്ലേ? തോറ്റവൻ പെട്ട് 4 പെമ്പിള്ളേരോടെ സ്നേഹം കൈ മാത്രം തൊടണം. ഐഡന്റിഫൈ ചെയ്യണം. ഓ ഇതാണോ? അല്ല, അടുത്ത അതല്ല. ഇതല്ല, അടുത്ത മിടുക. ഇതല്ല, അടുത്തത് അല്ലടാ വൃത്തികെട്ട ടാസ്ക് പയ്യന്മാരെ പെടുത്താനാണ് ഇതൊക്കെ. ഇതാണോ? ഉറപ്പാണ് ഇത് രണ്ടുമല്ല. ഉറപ്പാണ്. വേണമെങ്കിൽ നൂടി തൊട്ടി നോക്കിക്കോ. പാവം അവൻ കഷ്ടപ്പെടേണ്ട. ഇതല്ല. ഇതാണോ? സ്നേഹം അല്ലെങ്കിൽ കോമഡി ആയിരുന്നു. നമ്മുടെ ചെറുക്കൻ കണ്ടുപിടിച്ചു. ഗൈസ്, അടുത്തത് ഇവരുടെ കസിൻസിന്റെ ഡാൻസ് ആണ്. അപ്പം എന്തിനും കലാപരിപാടികൾ ആരംഭിക്കാൻ കേട്ടോ. പോയി ഗൈസ്, ഇവരുടെ മനസ്സിലൊക്കെ ഇപ്പൊ എന്തായിരിക്കും പോണത്. പക്ഷെ കോൺഫിഡൻസ് ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു മുഖങ്ങൾ കണ്ടാൽ അറിയാം ആർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ഇല്ല എന്ന്. ഈ ചേച്ചിക്ക് ടെൻഷനുണ്ട്, ഇവിടെ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? അത് ടെൻഷനാണ്, ചെറിയ ടെൻഷനുണ്ട്. ഏവർക്ക് വലിയ ടെൻഷനുള്ളതായിട്ട് ആയി ചിരിക്കണം. ഒരു വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞു. ഹായ് കാണിക്കടാ. നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളെ കണക്കല്ല ഇവര് നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് കാരണം ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതനുസരിച്ച് അവന്മാരത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ.
പക്ഷേ നല്ല ഡാൻസ് ആയിരുന്നു. ഇവർ നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു അവർ. ഇടയ്ക്കൊന്ന് ബാബുരാജ് വന്നായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു. അടുത്തത് പുഡിങ്ങിലേക്ക് കടക്കാൻ കഴിയും. അപ്പം ഉണ്ട്, ഈശപ്പുണ്ട്, ഇതെന്താ ബീഫ് സ്റ്റൂവാ? ബീഫാണോ? ബീഫ് സ്റ്റൂ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതെന്താ ഇത്? ചില്ലി പോർക്കുണ്ട്. ആഹാ, നമുക്ക് പച്ചക്കറി അത് ചോറും ഉണ്ട് കേട്ടോ. വെജിറ്റേറിയൻ ആയിട്ട് കഴിച്ചിട്ട് വാങ്ങിക്കാം. ബീഫ് ഫ്രൈ, ഇതെന്താണ്? മീൻകറി, പുളിശ്ശേരി, ചോറ്. എനിക്ക് ഗ്രാൻഡ് ഫുഡ്. നമ്മളത് ഇത്രയും കഴിച്ചിട്ട് പിന്നെ വരാം. ഇവിടെ ഒരു വലിയ സാലഡ് ബേസ് എടുത്തേടി. ഒരു വെണ്ടയ്ക്ക അവിടെ ഞങ്ങളെ മാടി വിളിക്കുന്നൊക്കെ. ട്രൈ ചെയ്തിട്ട് കൊള്ളാങ്കി പിന്നെ വരാം. കായ് നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ആയിട്ടായിരുന്നു. ഇവിടെ ഇത് എന്താ ഐറ്റം? പച്ച ബീട്രൂട്ട്, വെണ്ടയ്ക്ക. എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോയിൽഡ് വെണ്ടയ്ക്ക കുഴപ്പമില്ല. നോക്കട്ടെ കുറച്ചേ. ഇതാ വെച്ചൊന്നുമില്ലെന്നോ? നല്ല ചിക്കൻ ഫ്രൈ. ബീഫ് സ്റ്റൂ നോക്കട്ടെ. അപ്പം ബീഫ് സ്റ്റൂ അത് കൊള്ളാം. ഇല്ല അലുവൊക്കെ അടിപൊളി ആയിരിക്കണം. ഇനി ഞങ്ങൾ ആക്രമിക്കട്ടെ. അടുത്തതായി ചോറിന്റെ വരവാണ്. ചോറ്, പുളിശ്ശേരി, കൊഞ്ചിപ്പൊടി, എന്താണ് അത്? അച്ചാറ്, ബീഫ് ഫ്രൈ, വെണ്ടയ്ക്ക അച്ചാറ്. പൊടി. ഇവർക്ക് എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് വെണ്ടയ്ക്കയുടെ ലോറി മറിഞ്ഞ് കൊള്ളാവോ? കൊള്ളാന്ന് കേസ്. സാധാരണ ഞാനാണ് ഉമ്മെന്ന് പറയണത്, അവൾ ഉമ്മെന്ന് പറയും. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഫുഡും കഴിച്ചിറങ്ങിയ അല്ല അടിപൊളി ഫുഡ്. ബെനിച്ചേട്ടാ എല്ലാം അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. ഇത്രയ്ക്ക് ക്ഷമയോടുകൂടി ഞങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ എനിക്ക് സന്തോഷമുള്ളൂ ബെനിച്ചേട്ടാ. ബെനിച്ചേട്ടാ അങ്ങനെയല്ലേ കാണുന്നത്. ബെനിച്ചേട്ടാ നമ്മുടെ മുത്താണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഞങ്ങളുടെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. ശരി, പോയിട്ട് വരാം ബെനിച്ചേട്ടാ. ശരി ശരി, ടാറ്റാ. വിളിക്കാം. കാറിൻ്റെ അകത്ത് കയറി പഴുത്തു പോയി കേസ്. എന്തൊരു ചൂട് ഇത്. എന്തായാലും നല്ല പരിപാടിയായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് നല്ല ഡാൻസ്. ഈവൻ എന്ന് പറഞ്ഞാൽ ഈ എൻഗേജ്മെന്റ്, കല്യാണം, അങ്ങനെയൊക്കെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് ചെയ്യുമ്പോഴോ അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേസ്. ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് ഫുഡ് തിന്നാനോ ഇതിനോ കാണാനോ എൻജോയ് ചെയ്യാനോ നമ്മുടെ പരിപാടിക്ക് നമുക്ക് പറ്റൂല. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ആഷ്ലിനും ആനിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. എ സിക്കകത്ത് കയറിയിരിക്കുന്നോടി ഒരു ടാറ്റോട്. ഓക്കെ ഗൈസ്, ബൈ. നാളത്തെ വീഡിയോ കാണാം. ലവ് യു.